ഹായ് ഓൾ. അപ്പോൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ നമ്മുടെ പൗഡേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ ആൻഡ് ജിഞ്ചർ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മിക്ക ആളുകളും നമ്മളോട് ചോദിക്കുന്നത് എന്തിനൊക്കെ ഈ പൗഡേഴ്സ് യൂസ് ചെയ്യാം എന്നതാണ്. ആക്ച്വലി ഇത് എന്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എന്തൊക്കെ ഡിഷ് ഉണ്ടാക്കുന്നുണ്ടോ അതിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ എസ്പെഷ്യലി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ, മീൻ അത് ഫിഷ് ഫ്രൈ, പിന്നെ ഗ്രില്ല് ഐറ്റംസ് അല്ലെങ്കിൽ സീസണിങ് ആയിട്ട് സാലഡിൻ്റെ സീസണിങ് ആയിട്ട് ഇനി സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണല്ലോ ഇപ്പം കൂടുതലും. അപ്പോൾ അവർക്ക് സ്റ്റിർ ഫ്രൈഡിൻ്റെ ഒരു സീസണിങ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് ഡിഷ് വേണമെങ്കിലും പനീർ കറിയാണെങ്കിലും എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ഒരു റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടാനായിട്ട് റെസിപ്പി വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. സോ നമുക്കത് പ്ലാൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ പ്രൊഡക്റ്റും അത്രയും കെയർഫുള്ളായിട്ട് അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈവൻ ഓയിൽസ് ഒക്കെ ആണെങ്കിലും അത്രയും ഫ്ലേവർഫുള്ളാണ് ഓയിലൊക്കെ. നിങ്ങൾക്ക് ഓയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഹൗ പ്യുവർ ഇറ്റ് ഈസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കസ്റ്റമേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നതാണത്. അത്രയും ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന റിഫൈൻഡ് ഓയിലും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ഒരു തവണ നിങ്ങളിത് യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ. സോ നിങ്ങൾ പ്ലീസ് ട്രൈ ചെയ്യൂ. നമ്മൾ കുറച്ച് കോംബോ ഓഫേഴ്സും കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഈ വീക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക് യു സോ മച്ച്.